ഇരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേസ് സിബിഐക്ക് കൈമാറാത്തത് വിവാദമായതോടെ നടപടികൾ ഊർജിതമാക്കി സർക്കാർ. പ്രത്യേക ദൂതൻ വഴി ചൊവ്വാഴ്ച വൈകിട്ട് രേഖകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് എത്തിച്ചു. രേഖകൾ യഥാസമയം കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതിന് 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അന്വേഷണം കൈമാറാനുള്ള സർക്കാർ വിജ്ഞാപനം 16-ന് സിബിഐ കൊച്ചി ഓഫീസിന് നൽകിയിരുന്നു. എന്നാൽ പെർഫോമ റിപ്പോർട്ട് കൈമാറിയില്ല. സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് നൽകേണ്ടത്. പ്രഥമ വിവര റിപ്പോർട്ടും അന്വേഷണത്തിന്റെ നാൾവഴികളും അടക്കമുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഏറ്റെടുക്കണോ എന്ന് സിബിഐ തീരുമാനിക്കുന്നത്. പ്രാദേശിക യൂണിറ്റിന്റെ റിപ്പോർട്ടും സിബിഐ ഡയറക്ടർ തേടും. ആഭ്യന്തര പ്രാധാന്യത്തോടെ സർക്കാർ കൈകാര്യം ചെയ്ത വിഷയത്തിൽ വീഴ്ച വരുത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ആഭ്യന്തര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി വി.കെ. പ്രശാന്ത്, സെക്ഷൻ ഓഫീസർ വി.കെ. ബിന്ദു, അസിസ്റ്റന്റ് എസ്.എൽ. അഞ്ജു എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. കേസിൽ കേരള പോലീസ് അന്വേഷണം നിർത്തിവയ്ക്കുകയും സിബിഐ അന്വേഷണം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. എല്ലാവരെയും അവർക്ക് പെട്ടെന്ന് മൂടിക്കെട്ടണം, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ മൂടിക്കെട്ടണം. അതുകൊണ്ട് അവർ ഇറക്കിയ ഒരു തന്ത്രം ശരിക്കും ഞാനും അതിൽ വീണുപോയി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാനും വീണുപോയി. പെട്ടെന്നൊക്കെ ഒരു സിബിഐ അന്വേഷണം എന്ന് പറയുമ്പോൾ പറഞ്ഞ ഉടനെ തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രേഖകൾ കൈമാറുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായ വീഴ്ച പുറത്തു വന്നത്. പിന്നാലെ സിബിഐക്ക് കേസ് സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയതിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.